ബാലകൃഷ്ണ ബാലകൃഷ്ണോ ബാൽ ആര് ശരിക്ക കിണറ്റിൽ കിടക്കുക. അപ്പൊ എപ്പോഴും എൻ്റെ ഇടക്ക് അങ്ങോട്ട് ഇറങ്ങി ഇവിടെ ചെങ്ങായി കുറച്ചൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബോധമില്ല. എന്നോട് ഞാൻ പറഞ്ഞില്ല വെള്ളം വേണ്ടെന്ന്. എങ്ങനെ കയറ്റി ഇങ്ങോട്ട് പറഞ്ഞേ എങ്ങനെ പറഞ്ഞ പിടിച്ചു കയറ്റി എനിക്കങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ മരുത്തനല്ലേ കുടിച്ചെന്ന് കിണറ്റിക്ക് ഇറങ്ങല. ഈ വല്ലാത്ത കഥയുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തെന്നാ ഞാനേ ഇതാണ്ട് അയച്ചു തരാം. ഈ ഇതിമ്മല് പിടിച്ചാണ്ടേ അത് പ്രശ്നമല്ല. എനിക്ക് എൻ്റെ കന എനിക്ക് പ്രശ്നമില്ല. എന്നെ മറ്റുള്ള ഒരു മൊച്ചിങ്ങൻ്റെ കനലുള്ളൂ. ഈ ആ ബക്കറ്റിക്ക് അതിനുള്ള ആളല്ലേ ഉള്ളൂ. ആ ബക്കറ്റിക്ക് കയറി ഇരിക്കുക. എന്നിട്ട് ആ കയറുമ്പിൽ ഇങ്ങനെ പിടിച്ചോ. ഞാൻ മെല്ലെ ഇങ്ങനെ ത്രോമാസിലാക്കിയാണ്ട് വലിച്ചു കയറ്റ. തട്ടൂര എവിടെയും തട്ടൂര. പൊന്നാര ചങ്ങായി ഇജി പിടിച്ചിരുന്നോ. ഇജി അടിച്ച സാധനം നല്ല സാധനമല്ലേ. അപ്പൊ വീഴൂല, കുരുത്തക്കേടുണ്ടാവൂല കേട്ടോ. കുരുത്തക്കേട് പറ്റൂല. കാരണം ഈ കുരുത്തക്കേട് എന്ന് പറഞ്ഞാല് അത് കുടിയന്മാർക്ക് പറ്റൂല. കാരണം കുടിയന്മാര് പറഞ്ഞാൽ ഒരു നാടിനെ മൊത്തം നിലനിർത്തുന്ന ഇങ്ങോട്ട് പറയലേത് കുടിയന്മാരെന്ന് അല്ല ഇങ്ങോട്ട് പറഞ്ഞിട്ട് കുടിയന്മാരെന്ന് പറഞ്ഞാല് നമ്മൾ സർക്കാരിനെ വരെ നിലനിർത്തുന്ന കുടിയന്മാരാണ്. അത് സത്യല്ലേ. അപ്പം കുരുത്തക്കേടുണ്ടാവൂല. കുരുത്തക്കേടുണ്ടാവില്ല. ഈ നാടേ ഇല്ല. കുടിയന്മാരില്ലെങ്കിൽ ഈ നാടില്ല. ഇല്ല ഇല്ല ഇല്ല. ഇത് ഇങ്ങൊന്നും പറയണ്ട. പിടിച്ചോ. ഞാൻ എന്നെ കേട്ടു. ബാലകൃഷ്ണ മെല്ലെ മെല്ലെ എന്റെ അമ്മിരിമോനെ അല്ല പിടിച്ചോ പിടിച്ചോ. എന്റെ അമ്മിരിമോനെ കൊണ്ടെന്റെ ഇല്ല ഞാൻ പാട്ട് അറിയിച്ച് ആരെ കണ്ടാ നിന്റെ പിടുത്തം പോവില്ല. പിടിച്ചോ. പിടിച്ചു നിന്നോ. അല്ല ഇവിടെ ആര് കാണാനപ്പൊ ഈ ദിമ്മല് കേറി പിടിച്ച എന്നെ കൊണ്ടിരുന്നേ. ആരും കാണൂല. പിടിച്ച് ശരിക്ക് പിടിച്ചട്ടാ. ശരിക്ക് എന്താ പറയാ അത് ഈ ശ്രദ്ധിക്കണം. ബാലകൃഷ്ണ അപ്പൊ ഇതിലില്ലേ ഇപ്പൊ പിന്നെ അവിടെ അപ്പൊ കിണറ്റിലുണ്ട് വിചാരിച്ച എത്രയും നേരം. അപ്പൊ വർത്താനം പറഞ്ഞാല ബാലകൃഷ്ണ അല്ല ചങ്ങായി രണ്ട് പെകിട്ട് പോകുന്ന എവിടുക്ക പോവാ. ഇതാണ് എനിക്കൊരു സാധനം തരാത്തത്. ഇത് അതിൻ്റെ അടുക്ക് പോകണ്ട പോയി കിണറ്റിലില്ലേ. അവിടെ അവിടെ ഇല്ല. ചിലപ്പോ അവിടെ ചൊരിൻ്റെ കൂടി കിടക്കുന്നുണ്ടാവും. എനിക്ക് ഞങ്ങൾക്ക് സാധനം കൊടുത്തുള്ള പ്രശ്നത്തി. ബാലകൃഷ്ണ 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 എവിടാ. ഞാൻ എന്നെ കിണറ്റിലൊക്കെ തപ്പിയടാ. കിണറ്റില് പൂച്ചക്കുട്ടിയോ? പൂച്ചക്കുട്ടിയായിട്ടില്ല. മൊച്ചിങ്ങന്റെ കനവുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കിണറ്റിലുണ്ടാവുന്ന ധരിച്ചാണ്ട് അതല്ലടാ. ഞാൻ ഫുള്ളായിട്ട് തന്നെ തപ്പി കാണാൻ കിട്ടില്ലടാ ബാലകൃഷ്ണ. അതല്ല ഈ സാധനം ഫുള്ള് കുടിച്ച് കുപ്പിയൊക്കെ ഒഴിവാക്കി ഉപ്പ് കാസ് ഞാൻ വെള്ളത്തിൽ കലർത്തിണ്ടാവൂലേ. ഇതൊക്കെ മിക്സിങ്ങിന്റെ ആളായ ബാലകൃഷ്ണ. ഭയങ്കര നിന്റെ പേരല്ല എന്റെ പേരല്ലേ. എന്റെ പേര് എടാ ഞാൻ വാസുടാ. വാസുവോ? ചോറ് പാർസല് ഹോട്ടല് എന്ത് ഞാൻ ഈ കോലത്തില് അത് പറഞ്ഞ കാര്യമില്ല. ഞാൻ അങ്ങനെ ഈ കോലത്തില് പോകാൻ പറ്റുമോ? എന്താ പറയാ ഇതിന്റെ അവസ്ഥ മനസ്സിലായി. ഞാൻ വരാടക്ക് കേട്ടാ. എന്നോട് ചോറുണ്ടാ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എനിക്ക് ചോറുണ്ട് അങ്ങനെ കഴിയോ. അത് ഈ സ്വയം മനസ്സിലാക്കണ്ടേ. കാരണം നമ്മള് രണ്ടാളും കുടിച്ച് ഇതല്ലേ. അപ്പൊ നീ കുടിച്ചേ അത് ഞാൻ ഒപ്പല്ല കുടിച്ചേ. അതാണ്. അപ്പൊ ഇത് ഈ രണ്ട് വക ഇട്ട് ഞാനും രണ്ടെണ്ണം ഈ എന്നിട്ട് ആ പടന്ന് നീച്ചാണ്ട് പോയി. ഇത് ഞാനാണ് ആ കിണറ്റില് വരെ കിടന്ന് തപ്പ പറയാതെ ഈ പോകാൻ പാടണ്ട. എന്താ പറഞ്ഞാല് നമുക്ക് പെരകെത്തണ്ടേ. അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം.
പെരേക്ക് പോണം. ആ. പെരേക്ക് പോണെന്നല്ല കാര്യമില്ല. നമുക്ക് നടക്കാനുള്ള ശേഷി ഉണ്ടോന്ന് ആദ്യം ആലോചിക്കണം. ഞാൻ എന്റെ വരല്ല, ഞാൻ എന്താ പറഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ പിടിച്ച് നടക്കും. പക്ഷെ ഈ രണ്ട് പെകിട്ടാണ് ഈ മൂടായിണ്ട് അവിടെ രണ്ട് ഇട്ടാലും ഞാൻ നടക്കും. ഈ ഒലക്ക നടക്കും. എന്നിട്ട് ഞാൻ അവിടുന്ന് വെച്ച് നടന്ന ഞാൻ അവിടെ ഇങ്ങോട്ട് പോന്നാ കുറച്ചേ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതന്നെ പറഞ്ഞേ, ഈ രണ്ടെണ്ണം കിട്ടിയ ഒന്നിന് കമ്പിപ്പാലം കൊടുത്താൽ ഈ കിടക്കും. ഞാൻ കുടിച്ചു പോകാൻ പറഞ്ഞു നമുക്ക് പെരേ പോണം. പെരേ പോകാനുള്ളതാണ്. പെരേ പോണം. അതുകൊണ്ടാ പറഞ്ഞത് പെരേ പോണ്ടേ. അപ്പൊ അതിനനുസരിച്ച് കുടിക്കാൻ പാടുള്ളൂ. എടാ ഞങ്ങള് കുടിക്കുന്നത് നിങ്ങള് നോക്കണ്ട. കാരണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കുടിയന്മാരില്ലെങ്കിൽ സർക്കാർ പോലും ഇല്ല. തോറ്റ് തൊപ്പിടും. നമ്മളെ നിലനിർത്തുക വല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ്ട് കടം വാങ്ങിയാണ്ടൊക്കെ നമ്മള് സാധനം കൊടുന്ന അടിയനെന്തിനാ? നമുക്ക് നമ്മള് സർക്കാർ ഈ ഇരിക്ക് അത് ഈ മനസ്സിലാക്കണം. പെരേ പോണ കാര്യം ഞാൻ ആദ്യം പറഞ്ഞാണ്. നമുക്ക് പെരേ പോണ്ടി വരും. അപ്പം സാധനം അങ്ങാടിയിൽ നിന്ന് വാങ്ങാണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മളെന്താ പറയാ, ബോധം വേണം. ബോധം പറയണവരെ കുടിക്കാൻ പാടില്ല. അതെ, അത് നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നമ്മളെ ചങ്ങായിമാര് നമ്മളോട് പറയണ ചില കാര്യങ്ങൾ. ഇപ്പൊ നമ്മളെ ചങ്ങായി വന്നിട്ട് പറയണ്ടേ, ഈ കുടിക്കരുത് വാസുവോ എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കൂല. ഏത് പക്ഷെ ഞാൻ കുടിക്കൂല. അതാണ് പറഞ്ഞത്. ഞാൻ കുടിക്കൂല. ഞാൻ പിന്നെ വൈകുന്നേരം കുടിക്കുള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ ഓൻ പറഞ്ഞ വാക്ക് നമ്മൾ അംഗീകരിക്കണം. അതിന് വേണ്ടിട്ടാണ് ഞാൻ അപ്പൊ കൂടി നിർത്തും. പിന്നെ ഞാൻ വൈകുന്നേരം കുടിക്കും. ആരെ കാര്യമാണെങ്കിലും എന്നോട് ചെങ്ങന്മാര് പറഞ്ഞോ കുടിക്കരുത് എന്ന് പറഞ്ഞോ ഞാൻ കുടിക്കൂല. ഞാൻ അപ്പൊ നിർത്തിയേക്കും. എന്നിട്ട് ഞാൻ വൈകുന്നേരം കുടിക്കും. അതാണ് വൈകുന്നേരം. പിന്നെ എന്താ പറയാ, ഓന് നമ്മളോട് പിന്നെ ഒരു ദേഷ്യം. പിന്നെ ഓൻ വിചാരിച്ചു നമ്മള് എങ്ങനെയാണ് എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പൊ വിജയ് ഒരു കാര്യം ചെയ്തോ, ഈ പോരാ നോക്ക്. കാരണം നമ്മൾ പെരക്ക് പോണ്ടപ്പോ നമുക്കിപ്പോ രണ്ടാക്കും ഒറ്റക്ക് പോകാൻ കഴിയൂല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ട്. അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, രണ്ടാക്കും കൂടി പോവാം. എന്താ പെരേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പം ഞാനും ഇയും കൂടി പോകുമ്പോ എന്താണ് വലിയ കുഴപ്പമുണ്ടാവും. അന്നെ ഇനിയും കണ്ടാൽ ഏത് മനുഷ്യനും പറയും വാസ് തോനെ കുടിക്കില്ല. ബാലരസം നല്ല നമ്മള് പോണ് പെരേക്ക് പോണ്. അപ്പൊ നമ്മള് ഡീസന്റ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡീസന്റ് ആവണം.